ആയ യുവതിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാലതാമസം എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് 2009 സംഭവമാണ് ഈ നടി ഇപ്പോൾ പരാതിയായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2014 നടന്ന സംഭവം എനിക്കിപ്പോൾ പറഞ്ഞുകൂടെ? അതും മാത്രവുമല്ല, പലർക്കുമെതിരെ ഇവർ പരാതിയുമായി രംഗത്ത് വരുന്നു. ഇവർ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് ഈ അവസരത്തിൽ എനിക്ക് തുറന്നു പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പരാതി നൽകി എന്നതാണ് ആ പെൺകുട്ടി പറയുന്നത്. പക്ഷേ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും അവർ SITക്ക് മുന്നിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മാളവിക ബിന്നി, ഇവിടെ നമ്മൾ തന്നെ ഇതേ സമയം ഒരു ദിവസം ചർച്ച ചെയ്തത് SITക്കെതിരെ ഈ പരാതിക്കാരായ ആളുകൾ രംഗത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മിനു മുനീർ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, SITക്ക് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലാണ് കൂടുതൽ താല്പര്യം. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ഞാനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടുന്നു, എന്റെ സ്വകാര്യത ഇല്ലാതാക്കുന്നു തുടങ്ങി വലിയ രീതിയിലുള്ള പരാതി ഈ SITയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അവർക്കെതിരെ തന്നെ വീണ്ടും വീണ്ടും കേസുകൾ വരുന്നുണ്ട്. ഈ നമ്മൾ കണ്ടതാണ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പുറത്തു വന്ന പരാതികളിലെല്ലാം തന്നെ ആരോപണ വിധേയർ ഈ പരാതി ഉന്നയിച്ചവർക്കെതിരെയൊക്കെ നിയമ നടപടികൾ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പരാതികൾ, ഇതുപോലെ വരുന്ന പരാതികൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവർ നേരിടേണ്ടി വരുന്നു. അപ്പോൾ SITക്ക് തന്നെ ഒരുപക്ഷെ ഏത് കേസിന് പ്രാമുഖ്യം നൽകണ്ട എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം വേണമെങ്കിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകാമോ? ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അത് ആ രീതിയിൽ ചലിപ്പിക്കാൻ ഈ സാഹചര്യങ്ങൾ, കേസുകൾ കൂടുതലായി ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ ഇടയാക്കുമോ? ഇടയാക്കുന്ന തന്നെയാണ് ഇതിനു മുമ്പേ ഉള്ള റീസെന്റ് ചരിത്രം നമുക്ക് കാണിച്ച് തരുന്നത്. ഇപ്പം ദിലീപിന്റെ കേസ് നമ്മൾ എടുത്തു നോക്കിയാലും ഇതിനു മുമ്പ് വന്നിട്ടുള്ള സെക്ഷൽ അലിഗേഷൻസിന്റെ കേസ്, അത് നമ്മുടെ കേരളത്തിലാണെങ്കിലും ശരി, ബോളിവുഡ് പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ശരി, മീറ്റു മൂവ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഹോളിവുഡിലാണെങ്കിലും ശരി, ഇങ്ങനെ ഒരു രണ്ട് കോർട്ടുകളുണ്ടല്ലോ ഇവിടെ. ഒന്ന് നമുക്ക് കോർട്ട് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ, അതായത് പൊതുജനത്തിന്റെ ഒരു പബ്ലിക് കോൺഷ്യസ്നെസ് തിരിക്കുന്നതിലും ഇത് സഹായകമാകും. അതേപോലെ തന്നെ ഈ ജഡ്ജിമാരും വക്കീലന്മാരും ഇവരെല്ലാം തന്നെ സമൂഹത്തിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാരാണല്ലോ. അവരുടെ ചിന്തയെ പലപ്പോഴും ഏതെങ്കിലും ഒരു ഡൗട്ടിന്റെ ഒരു സീഡ് അതിൽ ഇൻസെപ്റ്റ് ചെയ്യാനും വേണ്ടി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ വളരെയേറെ ഉതകും. അത് മനഃപൂർവ്വം തന്നെയാണ് ചെയ്യപ്പെടുന്നത്. അത് ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ പല രീതിയിലുള്ള പല ഇടങ്ങളിൽ നിന്നും വരുന്നതായിട്ട് നമ്മൾ ഇതിനു മുമ്പേയും കണ്ടിട്ടുണ്ട്. പക്ഷെ നിരന്തരമായിട്ട് ഈ അതിജീവിതകളുടെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഈ പോലീസ് വൃന്ദങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട്, അത് ഇവിടെ മാത്രമല്ല പല കേസുകളിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു സൈബർ ബുള്ളിങ് കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സൈബർ ബുള്ളിങ് കേസ് കൊടുത്തപ്പോൾ എനിക്ക് ആ സൈബർ ബുള്ളിങ് കേസിൽ നീതി കിട്ടിയ ആളാണ്. പക്ഷെ അതിൽ പോലും ഞാൻ എൻ്റെ ഭർത്താവിന്റെ കൂടെയാണോ ജീവിക്കുന്നത്, എൻ്റെ ഭർത്താവിന്റെ കൂടെയാണോ ഞാൻ ഈ സൈബർ ബുള്ളിങ് കേസ് കൊടുത്തത് എന്ന് വരെ എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും ഇതിന്റെ വരുന്നത്, ഇതിന്റെ ഇതിന്റെ ആഘാതം വരുന്നത് ഈ ട്രോമ ഓൾറെഡി അനുഭവിച്ച അതിജീവിതകളുടെ പലപ്പോഴും സ്വകാര്യതയിലേക്കും അവരുടെ ജീവിതത്തിലേക്കുമാണ്. ഇത് നിയമങ്ങൾ മാറിയത് പോലീസുകാർ അറിയാത്തത് കൊണ്ടാണോ, അതോ നമ്മുടെ പോലീസുകാർക്കുള്ള ട്രെയിനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ അതൊക്കെ അന്വേഷിക്കേണ്ടി ഇരിക്കുന്നു. കാരണം ഓഫ് കോഴ്സ് അവരുടെ അന്വേഷണത്തിൽ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ട തന്നെ വരും. പക്ഷെ അത് പറയുമ്പോഴും പലപ്പോഴും ഈ അതിജീവിതയെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിജീവിതകളെ ഫോക്കസ് ചെയ്താണ് ഈ അന്വേഷണം നടത്തുന്നത്. ഈ ഒഫൻഡേഴ്സിനെ, ഈ വേട്ടക്കാരെ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തണം എന്നുള്ള ഒരു അപേക്ഷ എപ്പോഴും ഈ പോലീസുകാരോട് നമ്മൾ വെക്കേണ്ട ഒരു ഗതികേട് വരുന്നു. അത് ഈ ഒരു വ്യഗ്രതയുണ്ടല്ലോ. ഈ അലിഗേഷൻ ഫേക്ക് ആയിരിക്കും. അതായത് കുറെ റിയൽ അലിഗേഷൻസ് വരുമ്പോഴും നമ്മൾ ആ ഒരു ഫേക്ക് അലിഗേഷന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ കള്ളം പറഞ്ഞിരിക്കും എന്നുള്ള ഏകദേശം ഉറപ്പുള്ളത് പോലെയാണ് പലപ്പോഴും നമ്മുടെ സമൂഹം പെരുമാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ സെക്ഷൽ അലിഗേഷൻ
മാറ്റിവെക്കാം. ഇനി ഡൗറിയുടെ കേസിലാണെങ്കിലും അതിപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ എപ്പോഴും ഫേക്ക് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു മുൻധാരണയോടുകൂടെയാണ് പലപ്പോഴും സമൂഹം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉള്ള SIT ടീം എനിക്ക് വിശ്വാസമുള്ള ഒരു SIT ടീമാണ്. കാരണം അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ വളരെ കൃത്യതയോടെ കേസുകൾ തെളിയിച്ചതും കൃത്യനിർവഹണത്തിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പോലീസ് ഓഫീസേഴ്സ് ആണെന്നാണ്. അതുകൊണ്ട് എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഈ ജനറൽ ഒരു 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 വ്യഗ്രത ഉണ്ടല്ലോ, ഫേക്ക് ആയിരിക്കും, ഫേക്ക് ആകണമെന്ന് തെളിയിക്കും. നിവിൻ പോളിയുടെ കാര്യം വന്നപ്പം അതിലെ അതിജീവിത മാഫിയയുടെ കാര്യം പറയുന്നു, നിവിൻ പോളി ഗുണ്ടകളെ ഇറക്കി എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പം നമുക്ക് പെട്ടെന്നില്ല ഇതൊക്കെ കള്ളമാണ് എന്ന് തെളിയിക്കാൻ മീഡിയയ്ക്കും അതേപോലെ തന്നെ സമൂഹത്തിന് അത് വിശ്വസിക്കാനും ഉള്ള ഒരു തിടുക്കം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ മാഫിയയുടെ കാര്യം പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് വിശ്വസിക്കുകയാണ്, ഇവരൊരു മാഫിയയുടെ ഭാഗമായിരിക്കും എന്ന് വിശ്വസിക്കാൻ നമ്മൾ റെഡിയാണ്. അപ്പൊ അതിലൊരു വലിയ വൈരുദ്ധ്യം നമ്മൾ കാണണം. തീർച്ചയായും.